ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പൊതുപരീക്ഷയ്ക്ക് ആവശ്യമായ അവരുടെ ദുറൂസുൽ ഇസ്ലാം എക്സാമിൻ്റെ ഒന്നാമത്തെ ഭാഗം ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞ് പാഠഭാഗം 1 മുതൽ 10ാമത്തെ പാഠഭാഗം വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പാഠഭാഗം 1. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. മറിയം ബീവിയുടെ ഒരു കറാമത്ത് എഴുതുക. എന്താണ്? തണുപ്പുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും മറിയം ബീവിയുടെ അടുക്കൽ ധാരാളം ഉണ്ടാകാറുണ്ട്. അടുത്തത്, എവിടെ നിന്നാണ് ഈ പഴങ്ങളെല്ലാം നിനക്ക് ലഭിക്കുന്നത്? സന്ദർഭം വിവരിക്കുക. എന്താണ്? തണുപ്പുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പുകാലത്തും കണ്ടപ്പോൾ സക്കരിയ നബി മറിയം ബീവിയോട് ചോദിച്ചതാണത്. അടുത്തത്, കറാമത്ത് എന്നാൽ എന്ത്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത്. ആരാണ് ഔലിയാക്കൾ? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് ഔലിയാക്കൾ. ഔലിയാക്കളെക്കുറിച്ച് എഴുതുക. ഔലിയാക്കളെക്കുറിച്ചിട്ട് എഴുതുക. അത് ചോദ്യപേപ്പറിൽ അവസാനം വരുന്ന 5 വരിയിൽ കുറയാതെ എഴുതാൻ വരുന്ന ചോദ്യങ്ങളാണ് ഔലിയാക്കളെക്കുറിച്ചിട്ട് എഴുതാനൊക്കെ വരുന്നത്. അപ്പോൾ അത് എഴുതാൻ കഴിയുന്ന രീതി നന്നായിട്ട് മനസ്സിലാക്കുക. യഥാർത്ഥ വിശ്വാസികളാണ് ഔലിയാക്കൾ. അല്ലാഹു തആലയുടെ യഥാർത്ഥ വിശ്വാസികളാണ്. അല്ലാഹു തആലയുടെ വിധിവിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ബൗദ്ധിക വിരക്തിയുള്ളവരുമാണ് അവർ. ബൗദ്ധിക വിരക്തിയുള്ളവരുമാണ്. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് എഴുതാം. അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല. ആർക്ക്? ഔലിയാക്കൾക്ക്. കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? കറാമത്ത് അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. അള്ളാഹുവിനെ ഭയക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കൂ. പാഠത്ത് പറയുന്നത് എന്താണ്? കറാമത്ത് തഖ്വയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. എന്നാൽ മാജിക്ക് അങ്ങനെയല്ല. അത് പരിശീലനത്തിലൂടെ ആർക്കും നേടാൻ സാധിക്കുന്നതാണ്. സുലൈമാൻ നബിയുടെ കൊട്ടാരം എവിടെയാണ്? ഫലസ്തീനിലാണ് സുലൈമാൻ നബിയുടെ കൊട്ടാരം. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ഏത് സ്ഥലത്ത്? യമനിലെ സബയിലാണ് ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം. സബ ഏത് രാജ്യത്താണ്? അങ്ങനെയും ചോദ്യം വരാം. യമനിലാണ്. ഫലസ്തീനിൽ നിന്ന് സബയിലേക്ക് എത്ര ദൂരമുണ്ട്? 2050ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. 2050ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് സിംഹാസനം കൊണ്ടുവന്ന മഹാനാര്? ആരായിരുന്നു? ആസഫ് ബിനു ബർഹിയ എന്ന മഹാനാണ് സിംഹാസനം കൊണ്ടുവന്നത്. ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല എന്തു പറയുന്നു? എൻ്റെ വലിയനോട് ശത്രുത കാണിക്കുന്നവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ വലിയനോട് ശത്രുത കാണിക്കുന്നവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔലിയാക്കളെ നിസാരപ്പെടുത്തുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല എന്ത് പറഞ്ഞു? എൻ്റെ വലിയനോട് ശത്രുത കാണിക്കുന്നവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അടുത്തത് അർത്ഥം എഴുതാൻ വരും. എന്ത്? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. എന്താ അർത്ഥം? അറിയുക, അല്ലാഹു തആലയുടെ ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അല്ലാഹു തആലയുടെ ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അടുത്ത 2ാമത്തെ ചാപ്റ്റർ, യുദ്നീന അലൈഹിന്ന മാ ജലാബി ബിഹിന്ന.
രണ്ട് ഭാര്യമാരോടൊപ്പം ഇരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന അന്ധനായ സഹാബിയുടെ പേര് ആരായിരുന്നു? അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം. അബ്ദുല്ലാഹിബിനു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. ആരെല്ലാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യമാര്? ഉമ്മു സൽമ, മൈമൂന ബീവി റളിയല്ലാഹു അൻഹു. ഉമ്മു സൽമ ബീവി, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ എന്നിവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്തത്, നിങ്ങൾ രണ്ടുപേരും അന്ധരാണോ? നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ? സന്ദർഭം വിവരിക്കാൻ വരും. എന്താണ്? സഹാബി വന്നപ്പോൾ, അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം വന്നപ്പോൾ മറയുടെ പിന്നിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ധനല്ലേ എന്ന് ചോദിച്ച മൈമൂന ബീവിയോടും ഉമ്മു സൽമ ബീവിയോടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, നിങ്ങൾ രണ്ടുപേരും അന്ധരല്ലല്ലോ, നിങ്ങൾ അവരെ കാണില്ലേ എന്ന്. അടുത്തത്, സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ? ആവശ്യത്തിന് വേണ്ടിയാവണം പുറത്തിറങ്ങേണ്ടത്. ഹിജാബ് ധരിക്കണം. ഭർത്താവോ മഹറമായ പുരുഷനോ വേണം. മഹറമായ, വിവാഹം കഴിക്കൽ ഹറാമായ ബന്ധുവോ കൂടെ വേണം. അതാണ് മഹറമായ എന്ന് പറയുന്നത്. ഒറ്റക്ക് പോവരുത്. പുരുഷന്മാർ ആകർഷിക്കും വിധം സൗന്ദര്യം പ്രദർശിപ്പിക്കരുത്. ആകർഷകമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. പുരുഷന്മാരുമായി ഇടകലരുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇത്രയും കാര്യങ്ങൾ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അടുത്തതെന്താണ്? വഴികളിലൂടെ നടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? ഇസ്താഹിറു ഫഇന്നഹു ലൈസ ലകുന്ന അൻ തഹ്കുകുന ത്വരീക അലൈകുന്ന ബിഖാഫാത്തി ത്വരീഖ്. നിങ്ങൾ പുരുഷന്മാർക്ക് പിന്നിൽ നടക്കുക, വഴി മധ്യത്തിലൂടെ നടക്കരുത്, അരികിലൂടെ നടക്കുക. മനസ്സിലാക്കുക. അർത്ഥമൊക്കെ പറഞ്ഞു പഠിക്കുക. അത് സ്ത്രീകളുടെ സുരക്ഷ പരിഗണിച്ച് സ്ത്രീകൾക്ക് നൽകിയ ഇളവുകൾ എന്തൊക്കെയാണ്? സ്ത്രീകളുടെ സുരക്ഷ പരിഗണിച്ച് സ്ത്രീകൾക്ക് നൽകിയ ഇളവുകൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് ജുമുഅ ഇല്ല, പള്ളിയിൽ വെച്ചുള്ള ജമാഅത്ത് ഇല്ല, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ തന്നെ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഇതൊക്കെ സ്ത്രീകൾക്ക് നൽകിയ ഇളവുകളാണ്. പള്ളിയിൽ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സഹാബി വനിത ഉമ്മു ഹുമൈദിൻ സഅദിയ്യ റളിയല്ലാഹു അൻഹു. ഉമ്മു ഹുമൈദിൻ സഅദിയ്യ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹുമൈദിൻ സഅദിയ്യയോട് എന്താണ് മറുപടി പറഞ്ഞത്? നിന്റെ വീടിൻ്റെ ഉള്ളറയിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്വകാര്യ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. സ്വകാര്യ റൂമിൽ നിസ്കരിക്കുന്നതാണ് പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. പബ്ലിക് റൂമിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് നിന്റെ കുടുംബ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹുമൈദിൻ സഅദിയെ ഉപദേശിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ഉമ്മു ഹുമൈദിൻ സഅദി എന്ത് ചെയ്തു? വീട്ടിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലത്ത് നിസ്കാരം ഒരുക്കി മരണം വരെ അവിടെ ഇബാദത്ത് നിർവഹിച്ചു. അടുത്തത്, മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിനുള്ള ശ്രേഷ്ഠത. സാധാരണ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം. മസ്ജിദുൻ നബവിയിൽ 1000 മടങ്ങ് പ്രതിഫലമാണ്. സാധാരണ മസ്ജിദിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം. മനസ്സിലാക്കട്ടെ, 1000 മടങ്ങാണ്. 1,00,000 വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം. അടുത്തതെന്താണ്? ഇസ്ലാം സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ കാരണം എന്താണ്? 1000 മടങ്ങ് ശ്രേഷ്ഠത ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ മുത്തുനബി വീടിൻ്റെ ഉള്ളറയിൽ വെച്ചുള്ള നിസ്കാരത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്. അടുത്തത്, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പീഡനങ്ങളും വർദ്ധിക്കാനുള്ള കാരണം എന്താണ്? പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മാന്യതയില്ലാതെ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നത് കൊണ്ടാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഖുർആൻ പറഞ്ഞത് എന്ത്? സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഖുർആൻ പറഞ്ഞത് എന്താണ്? ഓ നബിയെ, അങ്ങയുടെ ഭാര്യമാരോടും പെൺമക്കളോടും
മുസ്ലിം സ്ത്രീകളോടും ശരീരമാകെ മറയുന്ന അയവുള്ള വസ്ത്രം ധരിക്കാൻ പറയുക. അവരെ തിരിച്ചറിയാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് എന്താണ്? ഇന്നൽ മർഅ ഔറത ഫൈദ ഹറജത അഷ്റഫഹ ശൈത്താൻ. പറയും എന്താണ്? സ്ത്രീ മുഴുവൻ ഔറത്താണ്, അവൾ പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. മുഴുവൻ ഔറത്താണ്, അവൾ പുറത്തിറങ്ങിയാൽ പിശാച് അവളെ എത്തി നോക്കും. അതിന് ബാക്കി പറയുന്നുണ്ട് എന്താണ്? വഅഖ്റബു മാ തകൂനു മിൻ വജിഹി റബ്ബിഹ വഹിയ ഫീ ഖൈരി ബൈതിഹ. എന്താണ്? സ്ത്രീ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൾ വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. സ്ത്രീ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് വീടിൻ്റെ ഉള്ളറയിലായിരിക്കുമ്പോഴാണ്. അടുത്ത അർത്ഥം എഴുതാൻ അൽ മർഅത്തു റായിയത്തുൻ ഫീ ബൈത്തി സൗജിഹ. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. ഇത്രയും രണ്ടാമത്തെ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കി പഠിക്കാം. അടുത്ത മൂന്നാമത്തെ പാഠം അൽ ഇമാമുൽ ആളം. ഇമാമുൽ ആളം അൽ ഇമാം ആളം എന്നറിയപ്പെടുന്നത് ആരാണ്? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയാണ്. ആടിനെ കളവ് പോയത് കാരണം 7 വർഷം ആടിൻ്റെ മാംസം കഴിക്കാതിരുന്ന മഹാൻ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാമിൻ്റെ യഥാർത്ഥ പേര് നോമാൻ എന്നാണ്. അബൂ ഹനീഫ ഇമാമിൻ്റെ സ്ഥാനപ്പേര് ഇമാമുൽ ആളം. സ്ഥാനപ്പേര് ഇമാമുൽ ആളം എന്നാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഖുർആനാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ഖുർആനാണ്. ഹദീസ് എന്നാൽ എന്ത്? മുത്തുനബിയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. നമ്മൾ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിൻ്റെ വിശദീകരണം നൽകി. അതാണ് ഹദീസ്. മനസ്സിലാക്കുക. അടുത്ത മദ്ഹബുകൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് രൂപപ്പെട്ടത്? നമുക്ക് എന്തെഴുതാം? മദ്ഹബുകൾ രൂപപ്പെട്ടത് എങ്ങനെ? മദ്ഹബുകളെ കുറിച്ച് എഴുതാൻ വന്നാൽ 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാലൊക്കെ എഴുതണം. എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഹദീസിലൂടെയും ഖുർആനിൻ്റെ വിശദീകരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് പറഞ്ഞു കൊടുത്തു. സഹാബികൾ താബിഉകൾക്കും താബിഉകൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മദ്ഹബിൻ്റെ ഇമാമുകൾ രേഖപ്പെടുത്തി വച്ചു. വ്യക്തമായി ഖുർആനിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ ഖുർആനിലും ഹദീസിലും ഗവേഷണം ചെയ്തു വിധി പറഞ്ഞു. അടുത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള മദ്ഹബ് ഏത്? ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബ് കൂടുതലുള്ള രാജ്യങ്ങൾ: ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇറാഖ്, തുർക്കി. ഹനഫി മദ്ഹബ് കൂടുതലുള്ള രാജ്യങ്ങൾ. അബൂ ഹനീഫ ഇമാം ജനിച്ചത് എവിടെ, എപ്പോൾ? അബൂ ഹനീഫ ജനിച്ചത് ഹിജ്റ 80 കൂഫയിലാണ് ജനിച്ചത്. അബൂ ഹനീഫ ഇമാമിൻ്റെ പിതാവ് സാബിത്ത് എന്നവരായിരുന്നു. പേർഷ്യൻ വംശജനും വസ്ത്രവ്യാപാരിയുമായിരുന്നു. അടുത്ത് അബൂ ഹനീഫ ഇമാമിന് എത്ര ഉസ്താദുമാരുണ്ടായിരുന്നു? അബൂ ഹനീഫ ഇമാമിന് 4000-ൽ പരം ഉസ്താദുമാരുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. എത്ര സഹാബിമാരെ കണ്ടിട്ടുണ്ട്? 20-ലധികം സഹാബിമാരെ കണ്ടിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം ഉസ്താദുമാരെ ബഹുമാനിച്ചതിന് ഉദാഹരണം എഴുതുക. അബൂ ഹനീഫ ഉസ്താദുമാരെ ബഹുമാനിച്ചതിന് ഉദാഹരണം: ഉസ്താദ് മരിച്ച ശേഷം ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാത്ത ഒരു നിസ്കാരം പോലും ഉണ്ടായിട്ടില്ല. ഉസ്താദിൻ്റെയും
ഇമാം അബൂ ഹനീഫയുടെയും വീടുകൾക്കിടയിൽ 70 തെരുവുകളുടെ അകലമുണ്ടെങ്കിലും ഉസ്താദിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് കാൽ നീട്ടാറില്ല. ഇമാം അബൂ ഹനീഫ ഉസ്താദിനെ ബഹുമാനിച്ചതിൻ്റെ ഉദാഹരണമാണ് ഇതൊക്കെ. അടുത്തത്, എനിക്ക് വല്ല ആവശ്യവും വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് ഞാൻ അബൂ ഹനീഫ ഇമാമിൻ്റെ ഖബറിൽ അരികിൽ ചെന്ന് ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ട്. ആരാ പറഞ്ഞത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എനിക്ക് വല്ല ആവശ്യവും വന്നാൽ എന്തു ചെയ്യും? ഇമാം ഷാഫി എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ഇത് എഴുതണം. എന്താണ്? വല്ല ആവശ്യവും വന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്ന് ഇമാമിനെ തവസ്സുലാക്കി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അടുത്തത്, അബൂ ഹനീഫ ഇമാം ജയിലടക്കപ്പെട്ടു. എന്തിനാണ്? അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിന്. അധികാരികളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിനാണ് ജയിലിലടക്കപ്പെട്ടത്. വഫാത്തായത് എപ്പോൾ? ഹിജ്റ 150. വഫാത്തായത് ഹിജ്റ 150 അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവ്വലു അഇമ്മത്തു 4. 4 ഇമാമുകളിൽ പ്രഥമൻ അബൂ ഹനീഫ. അർത്ഥം എഴുതാന്ന് പറഞ്ഞു വരും. 4 ഇമാമുകളിൽ പ്രഥമൻ അബൂ ഹനീഫ. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, മാച്ച് ചെയ്യാൻ വരും. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 4ാമത്തെ പാഠം ബിദായത്തു ദർസ്. അതിൽ നിന്ന് അർത്ഥങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ്? മത്താ യുബ്ദഉ ദർസ്, എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? മത്താ യുബ്ദഉ ദർസ്, എപ്പോഴാണ് ക്ലാസ് ആരംഭിക്കുന്നത്? അപ്പോൾ അറബിയിൽ എഴുതാൻ പറയും. 10 മണിക്ക് ക്ലാസ് ആരംഭിക്കും എന്നതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പം എന്താണ്? യുബ്ദഉ മിനസ്സാഅത്തി ആഷിർ. യുബ്ദഉ മിനസ്സാഅത്തി ആഷിർ, 10 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത്. 11 മണി. സമയങ്ങൾ പഠിക്കുക. പോലെ മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലാബ്. വമത്ത നദ്ഹബു ഇല മുഖ്തബർ, എപ്പോഴാണ് ലാബിലേക്ക് പോകുന്നത്? മുഖ്തബർ ബഅദ ഹാദി അഷ്റ. മുഖ്തബർ ബഅദ ഹാദി അഷ്റ, 11 മണിക്കാണ് ലാബിലേക്ക് പോകുന്നത്. ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം. ഹാദി അഷ്റ വ നിസ്ഫു അഷ്റ ദഫായിക്ക്. ഇസ്തിറാഹ ഹാദി അഷ്റ വ നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതി. അപ്പം നമ്മൾ 11 പകുതി 11:30. ഹാദി അഷ്റ വ നിസ്ഫ്, വിശ്രമം 11:30ക്കാണ്. അഷ്റു ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. അഷ്റു ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. ദക്കായിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യപേപ്പറിൽ അർത്ഥം എഴുതാൻ വന്നിട്ടുണ്ട്. ദക്കായിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ്. പിന്നെന്താണ്? നർജോ ഇലാ സഫ്. മറത്ത സാനിയത്തൻ ലിദ്ദറസ്. മറത്ത സാനിയൻ, 2ാമതും ക്ലാസ്സിലേക്ക് പോകണം. വബഅദൽ ളുഹർ, ളുഹറിന് ശേഷം. വബഅദൽ ളുഹർ എന്ന് പറഞ്ഞാൽ ളുഹറിന് ശേഷം. സനദ്ഹബു ഇലാ മക്തബത്തി ലിൽ ഖിറാഅത്തി. ളുഹറിന് ശേഷം ലൈബ്രറിയിൽ പോയിട്ട് വായിക്കണം. എപ്പോഴാണ് ലൈബ്രറിയിൽ പോയി വായിക്കുന്നത്? സനദ്ഹബു ഇലൽ മക്തബത്തി ലിൽ ഖിറാഅത്ത് വബഅദൽ ളുഹർ. മനസ്സിലാക്കുക. വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? നദ്ഹബു ഇലൽ ബൈത്ത് ബഅദ ദാലിക, അതിന് ശേഷം വീട്ടിലേക്ക് പോകുമോ എന്നാണ്. അപ്പോൾ വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? വസൗഫ നദ്ഹബു ഇലൽ ബൈത്ത് ബഅദൽ അസ്ർ. അസ്റിന് ശേഷമാണ് വീട്ടിലേക്ക് പോവുക. ചോദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ അസറിന് ശേഷം വീട്ടിലേക്ക് പോകും എന്നതിൻ്റെ അറബി എഴുതുക എന്ന് പറയും. അപ്പോൾ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസർ. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. സമയങ്ങളാണ് പിന്നെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടത്. 7 മണി സാഅത്തു സാബിയ.
7:30 അസ്സാഅത്തു സാബിയ വനിസ്ഫ്. അപ്പോൾ അതുപോലെ അര വരുന്നതും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് അടുത്ത പാഠം നോക്കാം. തുഹ്ബിത്തുൽ അമാൽ. ബാഗ്ദാദിലെ ഒരു മഹാനെ കാണാൻ 3 പേരും പോയി. ആരെല്ലാമായിരുന്നു? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു, ഇബ്നു സക്ക റളിയല്ലാഹു അൻഹു, അബൂ സഈദ് റളിയല്ലാഹു അൻഹു. അബൂ സഈദും ഇബ്നു സക്കായും ഷെയ്ഖ് ജീലാനിയും, അങ്ങനെ 3 പേര് ബാഗ്ദാദിലെ മഹാനെ കാണാൻ പോവുകയാണ്. മഹാനെ ഉത്തരം മുട്ടിക്കാൻ പോയതാരായിരുന്നു? ഞാൻ മഹാനെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കും. ആരായിരുന്നു പറഞ്ഞത്? ഇബ്നു ഷക്ക. ഇബ്നു ഷക്കയാണ് പറഞ്ഞത്. മഹാന്റെ ആശീർവാദം വാങ്ങാൻ പോയതാര്? മഹാന്റെ ആശീർവാദം വാങ്ങാൻ പോയത് ഷെയ്ഖു ജീലാനി റളിയല്ലാഹു അൻഹു. മനസ്സിലാകാം. ഇബ്നു ഷക്കാക്ക് പിന്നെ എന്താ സംഭവിച്ചത്? ഇബ്നു ഷക്ക പ്രശസ്തനാവുകയും രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ശേഷം രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഇസ്ലാം മതം ഉപേക്ഷിച്ചു ക്രിസ്തുമതം സ്വീകരിച്ചു. ശേഷം മാരകമായ രോഗം ബാധിക്കുകയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ മുർത്തദ്ദായി മരണപ്പെട്ടു. മനസ്സിലാക്കുക. ഷെയ്ഖു ജീലാനി റളിയല്ലാഹു അൻഹു എന്തായി തീർന്നു? ഔലിയാക്കളുടെ നേതാവായി മാറിത്തീർന്നു. ഔലിയാക്കളുടെ നേതാവാണ് ആര്? ഷെയ്ഖു അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഷെയ്ഖ് ജീലാനി എന്ത് സ്ഥാനപ്പേരിലായിരുന്നു അറിയപ്പെട്ടത്? ഔസുൽ ആളം, മഹാനായ സഹായി. ഔസുൽ ആളം എന്ന പേരിൽ പ്രസിദ്ധനായ ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ത് പേരിലാണ് പ്രസിദ്ധനായത്? ഔസുൽ ആളം. മനസ്സിലാക്കുക. റിദ്ദ എന്നാൽ എന്ത്? ഇസ്ലാമിൽ നിന്ന് പുറത്ത് പോവലാണ് റിദ്ദ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവലാണ് റിദ്ദ. റിദ്ദ എത്ര വിധം? റിദ്ദ 3 വിധം. വാക്കുകൊണ്ടുള്ള റിദ്ദ, പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദ, കൽബ് കൊണ്ടുള്ള റിദ്ദ. മനസ്സുകൊണ്ടുള്ള റിദ്ദ, അതാണ് കൽബ് കൊണ്ടുള്ള റിദ്ദ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അടുത്തത്, റിദ്ദത്തിനുള്ള ശിക്ഷ എന്താണ്? ശാശ്വതമായ നരകവാസമാണ്. ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. ശാശ്വതമായ നരകവാസമാണ് ശിക്ഷ. എല്ലാ സൽക്കർമ്മങ്ങളെയും അത് നശിപ്പിച്ചു കളയും. എന്താണ് റിദ്ദ? മനസ്സുകൊണ്ട് റിദ്ദ സംഭവിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം? മനസ്സുകൊണ്ട് റിദ്ദ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക, വ്യഭിചാരം, പലിശ, മദ്യപാനം പോലുള്ളവ ഹലാലാക്കാൻ കൊതിക്കുക തുടങ്ങിയവ മനസ്സുകൊണ്ടുള്ള റിദ്ദയാണ്. വാക്കുകൊണ്ടുള്ള റിദ്ദ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിനെയോ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക, നിസ്കാരം കൊണ്ട് നോമ്പ് കൊണ്ട് ഫലമില്ലെന്ന് പറയുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക, അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക തുടങ്ങിയവ വാക്കുകൊണ്ടുള്ള റിദ്ദയാണ്. പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദ സംഭവിക്കുന്നത് വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആന്, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലുള്ളത് മലിനമാക്കുക, പരിഹാസത്തിനായി പണ്ഡിത വേഷം ധരിക്കുക തുടങ്ങിയവ പ്രവൃത്തി മുഖേന വരുന്ന റിദ്ദയാണ്. മനസ്സിലാക്കുക. റിദ്ദകൾ എത്ര ഇനം, ഏതെല്ലാം?
രിദ്ദ ഏതൊക്കെ, അതിനെക്കുറിച്ച് വിശദമായിട്ട് രിദ്ദ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ അവസാനത്തെ ചോദ്യമായിട്ട് വരാം. മനസ്സിലാക്കി പഠിക്കുക. ഈ ഭാഗം മുഴുവനും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അത് എഴുതാൻ കഴിയണം. എന്താണ്? അല്ലാഹുമ്മ സബ്ബിത് കുലൂബന അലാ ദീനിക്ക്. അള്ളാഹുവേ, ഞങ്ങളുടെ കൽബിനെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അർത്ഥം എഴുതാൻ വരും, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും, മാച്ച് ചെയ്യാൻ വരും. അല്ലാഹുമ്മ സബ്ബിത് കുലൂബന ഡാഷ്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത 6ാമത്തെ പാഠം നൂറുല്ലാഹി തആല, അല്ലാഹു തആലയുടെ പ്രകാശം. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. വിട്ട ഭാഗം വരും. അല്ലാഹു തആലയുടെ പ്രകാശമാണ് ഡാഷ്. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് വലിയ തുക പ്രതിഫലം നൽകിയ മഹാനാര്? ആരായിരുന്നു? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാമിൻ്റെ മകൻ്റെ പേര് ഹമ്മാദ്. മകൻ ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് മകൻ ഹമ്മാദ്. മനസ്സിലാക്കുക. എന്തായിരുന്നു പ്രതിഫലം നൽകിയത്? 500 ദിർഹം. 500 ദിർഹം ഉസ്താദിന് പ്രതിഫലമായി നൽകി. അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുക. അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ച്. അറിവ് എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അപ്പോൾ ഇവിടെ ആ പാഠത്തിൽ 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 5 പോയിൻ്റെങ്കിലും നന്നായിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കാം. അറിവ് അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും. അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമിയിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമിയിലെ ഉള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കണമെങ്കിൽ അദബുകൾ പാലിക്കണം. ഈ മഹത്വം ലഭിക്കണമെങ്കിൽ അദബുകൾ പാലിക്കണം. തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. തെറ്റു ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. മനസ്സിലാക്കുക. അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. അദബ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. തുടർന്ന് അദബുകൾ പാലിച്ചുകൊണ്ട് അറിവ് നേടണം. അല്ലാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക അറിവിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട്. അടുത്തത് അല്ലാഹുവിൻ്റെ പ്രകാശമായ അറിവ് ലഭിക്കുകയില്ല ആർക്ക്? അതിനൊരു ചോദ്യം വന്ന്. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ അറിവ് ലഭിക്കുകയില്ല. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തഅല്ലമ ഇൽമൻ യൻതഫിഉ ബിഹി ഫിൽ ആഖിറതി യുരീദു ബിഹി അർളം മിനദ്ദുനിയ ലം യുരീഹ് റാഹിഹത്തൽ ജന്ന. അർത്ഥം എഴുതാൻ വരും. എന്താണ്? പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല. സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല ആർക്കാണ്? പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന്. പഠനം തുടങ്ങുന്നതിന് മുമ്പ് നാം എന്തെല്ലാം ചെയ്യണം? പഠനം തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് ജീവിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്താണ് അർത്ഥം? അർത്ഥം എഴുതുക. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മനുഷ്യൻ നേടിയ സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് ഏത്? മനുഷ്യൻ നേടിയ സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. ചെറുപ്പത്തിൽ പഠിക്കുന്നത്
ഏതുപോലെയാണ്? കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ചെറുപ്പത്തിൽ പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. അറിവ് ഉപകാരപ്പെടണമെങ്കിൽ എന്തു ചെയ്യണം? അറിവ് ഉപകാരപ്പെടണമെങ്കിൽ ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം. ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ബഹുമാനിക്കണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഉസ്താദിനോടുള്ള ബഹുമാനത്തിന് ഉദാഹരണം എഴുതുക. പതുക്കെ മാത്രമേ സംസാരിക്കാറുള്ളായിരുന്നുള്ളൂ. പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ശബ്ദം കൊണ്ട് ഉസ്താദിന് ശല്യമുണ്ടാകുമോ എന്ന് കരുതി അത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി ആണ് മഹാൻ പതുക്കെ മറിക്കാറുണ്ടായിരുന്നുള്ളൂ. പുസ്തകത്തിൻ്റെ താളുകൾ, പേജുകൾ മറിക്കുന്ന ശബ്ദം ഉസ്താദിന് ശല്യമാകുമോ എന്ന് കരുതി പുസ്തകത്തിൻ്റെ പേജുകൾ പതുക്കെ മറിക്കാറുണ്ടായിരുന്നുള്ളൂ. പണ്ഡിതന്മാരെ ഈബത്ത് പറയരുത് എന്ന് പറയാൻ കാരണം എന്ത്? പണ്ഡിതന്മാരെ ഈബത്ത് പറയരുതെന്ന് പറയാൻ കാരണം എന്താണ്? അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. മനസ്സിലാക്കുക. ഉലമാക്കളെ കുറ്റം പറയുന്നത് സർവനാശത്തിന് കാരണമാണ്. അവരെ ഈബത്ത് പറയുന്നതൊക്കെ സർവനാശത്തിന് കാരണമാണ്. മനസ്സിലാക്കുക. അർത്ഥം എഴുതുക. എന്താണ്? അൽ ഉലമാ വറസത്തുൽ അംബിയാ, നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. നബിമാരുടെ അനന്തരാവകാശികൾ ആര്? ചോദ്യം വരാം. പണ്ഡിതന്മാർ. അൽ ഉലമാ വറസത്തുൽ അംബിയാ. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 7ാമത്തെ പാഠഭാഗം നോക്കാം. ഇമാമു ദാരിൽ ഹിജ്ർ. ഇമാമു ദാരിൽ ഹിജ്ർ എന്ന അപരനാമമാർക്കായിരുന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമമാണ് ഇമാം ദാരിൽ ഹിജ്ർ. മാച്ച് ചെയ്യാൻ വരാം. ഇമാം മാലിക്കിലേക്ക് ഇമാം ദാരിൽ ഹിജ്ർ മാച്ച് ചെയ്യാം. പെരുന്നാൾ ദിവസം ഭക്ഷണത്തിന് പകരം ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി എന്ന് ഉസ്താദിനോട് പറഞ്ഞ മഹാനാര്? പെരുന്നാൾ ദിവസം ഭക്ഷണത്തിന് പകരം ഹദീസുകൾ പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞ മഹാൻ, ഉസ്താദിനോട് പറഞ്ഞ മഹാൻ ആരായിരുന്നു എന്ന്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ആരായിരുന്നു? ഇമാം സുഹരി റളിയല്ലാഹു അൻഹു. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. 40 ഹദീസുകളുള്ള ഫലകം നൽകിയപ്പോൾ ഇമാം മാലിക് എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? ഈ ഹദീസുകളെല്ലാം ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞു. നീ വലിയ പണ്ഡിതനായിരിക്കുന്നു. ഇമാം സുഹരി റളിയല്ലാഹു അൻഹു ഇമാം മാലിക്കിനോട് പറയാൻ കാരണം എന്താണ്? നൽകിയ ഫലകങ്ങളിലെ ഹദീസുകളെല്ലാം തനിക്ക് അറിയാം എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു സുഹരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോഴാണ് നീ വലിയ പണ്ഡിതനായിരിക്കുന്നു എന്ന് ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ പേര് എന്താണ്? ഇമാം മാലിക് ബിൻ അനസ്. ഇമാം മാലിക് ബിൻ അനസ് എന്നാണ് മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഴുവൻ പേര്. മനസ്സിലാക്കുക. മാലിക് ബിൻ അനസ്. അടുത്തത് ഇമാം മാലിക് ജനിച്ചത് എവിടെയാണ്? മദീനയിൽ. എപ്പോഴാണ് ജനിച്ചത്? ഹിജ്റ 93. ഹിജ്റ 93 മദീനയിലാണ് ജനിച്ചത്. മദീനയിൽ. മനസ്സിലാക്കുക. ഓരോ ഇമാമുമാരും അവരുടെ ജനനവും സ്ഥലവും ഡേറ്റും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. മദീനയിലാണ് ജനിച്ചത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പാണ്ഡിത്യം നേടി ഏതെല്ലാം വിഷയത്തിലാണ്? തഫ്സീറിലും ഹദീസിലും ഫിഖ്ഹിലും അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുണ്ട്. മനസ്സിലാക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണങ്ങളിൽ നിന്ന് രൂപപ്പെട്ട മദ്ഹബാണെന്ത്? മാലിക്കി മദ്ഹബ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ
വീക്ഷണങ്ങളിൽ നിന്ന് രൂപപ്പെട്ട മദ്ഹബാണ് മാലിക്കി മദ്ഹബ്. മനസ്സിലാക്കുക. മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുള്ള നാടുകൾ UAE, കുവൈത്ത്, ആഫ്രിക്ക. UAE, കുവൈത്ത്, ആഫ്രിക്ക. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖരായ മൂന്ന് ശിഷ്യന്മാർ അബൂ യൂസഫ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ യൂസഫ് റളിയല്ലാഹു അൻഹു, ഇമാം മുഹമ്മദ് ബിൻ ഷൈബാനി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 3 പേരെ നിരവധി പ്രമുഖരായ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ 3 പേരാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാക്കി പഠിക്കാം. അടുത്തതാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമം ഇമാം ദാരുൽ ഹിജ്ർ. അദ്ദേഹത്തിന് ഇമാം ദാരുൽ ഹിജ്ർ എന്നറിയപ്പെടാനുള്ള കാരണം എന്ത്? ദീർഘകാലം മദീനയിൽ ദർസ് നടത്തിയത് കൊണ്ടാണ് അൽ ഇമാം ദാരുൽ ഹിജ്ർ എന്നറിയപ്പെടാൻ കാരണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എങ്ങനെയുള്ളവരായിരുന്നു? വിനയാന്വിതനും വിശുദ്ധ ജീവിതം നയിച്ചവരുമായിരുന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. വിനയാന്വിതനും വിശുദ്ധ ജീവിതം നയിച്ചവരുമായിരുന്നു. മനസ്സിലാക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നത്? കുളിച്ചു വൃത്തിയായി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. കുളിച്ചു വൃത്തിയായി മുന്തിയ വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയതിനു ശേഷം മാത്രമേ അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇമാം മാലിക്കിന് ഹദീസിനോടുള്ള ബഹുമാനത്തിന് ഉദാഹരണം എഴുതുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഹദീസിനോടുള്ള ബഹുമാനത്തിന് ഉദാഹരണം എഴുതുക. ഒരിക്കൽ ഹദീസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തേൾ 16 തവണ അദ്ദേഹത്തെ കുത്തി. ഹദീസിനോട് അനാദരവ് ഉണ്ടാകുമോ എന്ന് പേടിച്ച് അദ്ദേഹം ക്ലാസ് നിർത്തിയില്ല. അനാദരവാകുമോ എന്ന് കരുതി ക്ലാസ് നിർത്തിയില്ല. അദ്ദേഹം നടന്നുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കാറില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് ഹദീസിനോടുള്ള ബഹുമാനത്തിന് ഉദാഹരണമാണ്. മനസ്സിലാക്കാം. എത്ര തവണയാണ് തേള് കുത്തിയത്? 16 തവണ. ഇമാം മാലിക്കിനെ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര തവണയാണ് തേൾ കുത്തിയത്? 16 തവണ. ഹദീസിലെ ആദ്യത്തെ ഗ്രന്ഥം മുവത്ത. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലെ ആദ്യത്തെ ഗ്രന്ഥം മുവത്ത. മനസ്സിലാക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചത് എന്താണ്? അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്ത് കയറി ആളുകൾ മദീനയിലേക്ക് സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അറിവ് പഠിക്കാൻ ഒട്ടകപ്പുറത്തേറി ആളുകൾ മദീനയിലേക്ക് സഞ്ചരിക്കും. അന്ന് മദീനയിലുള്ള പണ്ഡിതനേക്കാൾ അറിവുള്ള ഒരാളെയും അവർ കണ്ടെത്തുകയില്ല. അപ്പം മദീനയിലെ അറിവുള്ള പണ്ഡിതനാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഹദീസിലെ പ്രവചിത പണ്ഡിതൻ എന്നറിയപ്പെട്ടത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ഹദീസിലെ പ്രവചിത പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണെന്ന് പറഞ്ഞ ആരാണ്? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. പേരൊക്കെ നന്നായി മനസ്സിലാക്കി ഓർത്തു വെക്കുക. സുഫിയാൻ ഇബ്നു ഉയൈന എന്ന മഹാനാണ് ഹദീസിലെ പ്രവചിത പണ്ഡിതൻ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മരിച്ചത് എപ്പോൾ? വഫാത്തായത് എപ്പോൾ? മറവ് ചെയ്തത് എവിടെ? ഹിജ്റ 179 ജന്നത്തുൽ ബഖീലാണ് മറവ് ചെയ്യപ്പെട്ടത്.
ഹിജ്റ 179 ജന്നത്തുൽ ബഖീ റബിയുൽ അവ്വലിലാണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത 8ാമത്തെ പാഠം, അതൊരു അറബി പാഠമായിരുന്നു. ഉമ്മി വസലാത്തി. ജുറൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പാഠമായിരുന്നു. മനസ്സിലാക്കുക. നിസ്കാരത്തിനായി ടെൻറ്റ് കെട്ടി ജീവിച്ചൊരു മഹാനായിരുന്നു. ആരെ? ജുറൈസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ നിർമ്മിച്ചതെന്ന് ചോദിക്കും. എന്താണ്? ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫത്തഹദ സൗമാത്തക്ക, ടെൻറ്റ് നിർമ്മിച്ചു. മനസ്സിലാക്കുക. കാലത്തിലായിരിക്കെ ഉമ്മയുടെ വിളി കേൾക്കാതിരുന്ന മഹാന്റെ പേര് ജുറൈസ് റളിയല്ലാഹു അൻഹു. ഉമ്മ എത്ര തവണയാണ് വിളിച്ചത്? ഉമ്മ 3 തവണ വിളിച്ചു. 3 ദിവസവും നിസ്കാരം കാരണത്താൽ ഉമ്മയുടെ വിളി കേൾക്കാൻ ജുറൈസ് റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. ജുറൈസ് റളിയല്ലാഹു അൻഹു എന്താണ് കരുതിയത്? ഐ റബ്ബി ഉമ്മി വസലാത്തി, എൻ്റെ ഉമ്മ എൻ്റെ നിസ്കാരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3 ദിവസം വിളി കേൾക്കാഞ്ഞപ്പോൾ ഉമ്മ എന്താണ് ദുആ ചെയ്തത്? എന്താണ്? അല്ലാഹുമ്മ ലാ തുമിത്തുഹു ഹത്താ യൻളുറു ഇലാ ഉജൂഹിൽ മോമിസാത്ത്. ദുആ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അല്ലാഹുമ്മ ലാ തുമിത്തുഹു ഹത്താ യൻളുറു ഇലാ ഉജൂഹിൽ മോമിസാത്ത്. എന്താണ് അർത്ഥം? എന്താണ് ഉമ്മ ദുആ ചെയ്തത്? അപ്പോൾ ഇതാണ് അറബിയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? വേശികളുടെ മുഖത്ത് നോക്കാതെ അല്ലാഹുവേ എൻ്റെ മോനെ നീ മരിപ്പിക്കരുതേ. അല്ലാഹുവേ എൻ്റെ മകനെ വേശിയുടെ മുഖത്ത് നോക്കാതെ നീ അവനെ മരിപ്പിക്കരുതേ. മനസ്സിലാക്കുക. അതിനുശേഷം അവിടെ എന്താണ് സംഭവിച്ചത്? ഉമ്മയുടെ ദുആയിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? എന്താണ്? അദ്ദേഹത്തിൻ്റെ ആരാധനയും ഇസ്രായേലിൽ പ്രശസ്തരായി. അവിടുത്തെ അറിയപ്പെടുന്ന ഒരു വേശ്യ അദ്ദേഹത്തെ വഴിപിഴപ്പിക്കാൻ ശ്രമിക്കുകയും ഉദ്ദേശം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ വേശി ഒരു ആട്ടിടയുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും അതിലൊരു കുട്ടി ജനിക്കുകയും ജുറൈസ് തന്നെ വ്യഭിചരിച്ചെന്നും കുട്ടി അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുകയും നാട്ടുകാർ വന്ന് അദ്ദേഹത്തിൻ്റെ ആരാധനാ മഠം തകർക്കുകയും അദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു. കാര്യം അറിഞ്ഞപ്പോൾ അദ്ദേഹം കുട്ടിയെ അന്വേഷിക്കുകയും 2 റക്അത്ത് നിസ്കരിച്ച് കുട്ടിയുടെ വയറ്റിൽ തട്ടി നിന്റെ ഉപ്പ ആരാണെന്ന് ചോദിച്ചു. യാ ഉലാമുമൻ അബൂക്ക, നിന്റെ ഉപ്പ ആരാണെന്ന് ചോദിച്ചു. കുട്ടി എന്താ മറുപടി പറഞ്ഞത്? ഫുലാനുൻ റായി. കുട്ടി എന്ത് മറുപടി പറഞ്ഞു? ഫുലാനുൻ റായി, ആട്ടിടയനാണ് എൻ്റെ ഉപ്പ എന്ന് കുട്ടി മറുപടി പറഞ്ഞു. ശേഷം നാട്ടുകാർ അദ്ദേഹത്തോട് മാപ്പ് പറയുകയും സ്വർണം കൊണ്ട് ആരാധനമുറി ഉണ്ടാക്കിത്തരാമെന്ന് പറയുകയും ചെയ്തു. സ്വർണത്താലുള്ള മഠം. സൗമ അത്തക്ക മിൻ ദഹബിൻ, സ്വർണത്താലുള്ള മഠം. അറബി എഴുതാൻ വരും. സ്വർണം കൊണ്ടുള്ള മഠം. സൗമ അത്തക്ക മിൻ ദഹബിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ലാ അഈദുഹ മിൻ തീനിൻ കമാ കാനത്ത് ഫഅലു. വേണ്ട, എനിക്ക് പഴയത് പോലുള്ള ഒരു മഠം തന്നെ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. തെറ്റുകാരനല്ല ജുറൈസ് റളിയല്ലാഹു അൻഹു, തെറ്റുകാരനല്ലെന്ന് മനസ്സിലാക്കിയ നാട്ടുകാരെന്ത് ചെയ്തു? ചോദ്യം വരും. എന്താണ്? അദ്ദേഹത്തോട് മാപ്പ് പറയുകയും സ്വർണം കൊണ്ടുള്ള ആരാധനാമുറി ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തെ തലോടുകയും ചുംബിക്കുകയും ചെയ്തു. യുകബ്ബിലൂനഹു വയതമസ്സഹൂന. അപ്പം അത് മനസ്സിലാക്കുക. യുകബ്ബിലൂനഹു വയതമസ്സഹൂനഹു, അദ്ദേഹത്തെ തലോടുകയും മാപ്പ് പറയുകയും ചുംബിക്കുകയും ചെയ്തു. അപ്പം മനസ്സിലാക്കുക.
അടുത്ത 9ാമത്തെ പാഠം മാന അലൈഹി വാസ്ഹാബിഹി, എൻ്റെയും എൻ്റെ സ്വഹാബത്തിൻ്റെയും ചര്യ നിങ്ങൾ അനുധാവനം ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഉപദേശം നൽകിയാലും എന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത്? എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, നേതാവ് അടിമയാണെങ്കിൽ പോലും അവനെ അനുസരിക്കുക, എനിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ എൻ്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യ മുറുകെ പിടിക്കുക, പുതിയ ആശയങ്ങൾ ഒഴിവാക്കുക, എല്ലാ പുതിയ ആശയങ്ങളും പിഴച്ചതാണ്, എൻ്റെ സമുദായം 73 വിഭാഗമാവും, എൻ്റെ സമുദായം 73 വിഭാഗമാവും, ഒരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്, മനസ്സിലാക്കുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ വിഭാഗം ആരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മറുപടി പറഞ്ഞത്? എൻ്റെയും സഹാബികളുടെയും വഴി പിന്തുടരുന്ന വിഭാഗമാണവർ, എൻ്റെയും എൻ്റെ സഹാബത്തിൻ്റെയും ചര്യ അനുധാവനം ചെയ്യുന്നവരാണവർ, വഴി പിന്തുടരുന്നവരാണ്, മനസ്സിലാക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം രൂപപ്പെട്ട പുതിയ വിഭാഗങ്ങളിൽ നിന്ന് 3 വിഭാഗത്തിൻ്റെ പേര് എഴുതുക. ഖവാരിജുകൾ, ഷിയാക്കൾ, മുഅ്തസിലത്ത്. ഖവാരിജുകളും ഷിയാക്കളും മുഅ്തസിലത്തുകളും, മനസ്സിലാക്കുക. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നടത്തിയ വിഭാഗം ഖവാരിജുകൾ. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നടത്തിയത് ഖവാരിജുകൾ. അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരെ അധിക്ഷേപിച്ച വിഭാഗം ആരായിരുന്നു? ഷിയാക്കള്. ഷിയാക്കളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അധിക്ഷേപിച്ചത്. ഖുർആൻ സൃഷ്ടിയാണെന്ന് വാദിച്ച വിഭാഗം മുഅ്തസില. ഖുർആൻ സൃഷ്ടിയാണ്, കറാമത്തല്ലെന്ന് പറഞ്ഞത് മുഅ്തസില. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തവരെ ജയിലിൽ അടച്ച വിഭാഗം മുഅ്തസില. മനസ്സിലാക്കുക. മുഅ്തസിലത്തിനെതിരെ പോരാടിയ 2 മഹാന്മാരാരെല്ലാമായിരുന്നു? ഇമാം അശ്അരി റളിയല്ലാഹു അൻഹും ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹും. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹും ഇമാം മാതുരീദി റളിയല്ലാഹു അൻഹും, മനസ്സിലാക്കുക. അവരെങ്ങനെയാണ് പോരാടിയത്? മുഅ്തസിലിന്റെ വാദങ്ങളെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നേരിട്ടു. മുഅ്തസിലിന്റെ വാദങ്ങളെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നേരിട്ടു. പിന്നീട് എന്തുണ്ടായി? മുഅ്തസിലുകളിലെ വലിയ പണ്ഡിതന്മാർ വരെ മുട്ടുമടക്കി ധാരാളം ആളുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ തിരികെ വന്നു, മനസ്സിലാക്കുക. മുഅ്തസിലത്തിലെ പണ്ഡിതന്മാർ വരെ മുട്ടുകുത്തി. ഇമാം അശ്അരി, മാതുരി ഇമാമുകൾക്ക് മുമ്പിൽ, മനസ്സിലാക്കുക. വിശ്വാസപരമായി എത്ര മദ്ഹബുകളുണ്ട്? അവ ഏതൊക്കെ? വിശ്വാസപരമായി അഖീദയുടെ മദ്ഹബുകൾ അശ്അരി, മാതുരീദി. അഖീദയുടെ മദ്ഹബുകളാണ് അശ്അരി, മാതുരീദി. ഇവരുടെ പേരുകൾ ഇതല്ല വരുന്നത്, അവരുടെ മദ്ഹബിൻ്റെ പേരാണ്. അത് വന്നിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. അശ്അരി റളിയല്ലാഹു അൻഹും ഇമാം മാതുരി റളിയല്ലാഹു അൻഹും അങ്ങനെ കൊടുക്കുന്നത്. അവരുടെ പേരുകൾ പറയണമെങ്കിൽ നിങ്ങൾ തദ്രിബാത്തിൽ നസിൽ വരുന്നുണ്ട്, അതിൽ പറയുന്നുണ്ട് ഇമാം അബൂ ഹസ്സൻ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹസ്സൻ റളിയല്ലാഹു അൻഹു ആണ് അശ്അരി മദ്ഹബിൻ്റെ ഇമാം, മനസ്സിലാക്കുക. പിന്നെ ഇമാം അബുൽ മൻസൂർ റളിയല്ലാഹു അൻഹു ആണ് മാതുരീദി മദ്ഹബിൻ്റെ ഇമാം. അപ്പം അത്
മദ്ഹബിൻ്റെ പേര് വെച്ചിട്ട് അൽ ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. അക്കീദയുടെ ഇമാമുകൾ ചോദിച്ച അശ്അരി റളിയല്ലാഹു അൻഹു, മാതുരീദി റളിയല്ലാഹു അൻഹു, അത് നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഫിഖ്ഹിൻ്റെ കർമ്മപരമായ എത്ര മദ്ഹബുകളുണ്ട്? കർമ്മപരമായിട്ട് 4 മദ്ഹബുകളാണുള്ളത്. 4 മദ്ഹബുകൾ: ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി, ഇങ്ങനെ 4 മദ്ഹബുകളാണ് ഫിഖ്ഹിൻ്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള മദ്ഹബ്. മറ്റേ വിശ്വാസപരമായിട്ട്, അഖീദയുടേത് വിശ്വാസപരമായിട്ട് മനസ്സിലാക്കുക. വിശ്വാസപരമായിട്ട് നമ്മുടെ ഇമാം ആരാണ്? വിശ്വാസപരമായി നമ്മുടെ ഇമാമ് അശ്അരി ഇമാമാണ് വിശ്വാസപരമായിട്ട്. കർമ്മപരമായിട്ട് നമ്മുടെ ഇമാമ് ഷാഫിഈ ഇമാമ് മനസ്സിലാക്കുക. 4 മദ്ഹബ് പിൻപറ്റൽ നമുക്ക് നിർബന്ധമാണ്, മനസ്സിലാക്കുക. ഫസ്അലു അഹ്ല ദിക്ര ഇൻ കുൻതും ലാ തഅലമൂൻ. ഫസ്അലു അഹ്ല ദിക്ര ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക നിങ്ങൾക്കറിവില്ലെങ്കിൽ. നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക നിങ്ങൾക്കറിവില്ലെങ്കിൽ. മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 10ാമത്തെ പാഠം മിഫ്താഹു ത്വാ. എന്താണ് ഇതിലൂടെ പറയുന്നത്? ആരെങ്കിലും തൗബ ചെയ്താൽ ഉള്ള അള്ളാഹുവിൻ്റെ സന്തോഷത്തെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെയാണ് ഉപമിച്ചത്? ആരുമില്ലാത്ത മരുഭൂമിയിൽ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ചുമന്നിരുന്ന ഒട്ടകത്തെ നഷ്ടപ്പെട്ട ശേഷം അയാൾക്ക് അതിനെ തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ്? അവന് ആരാധന ചെയ്യാനാണ്. അള്ളാഹുവിന് ആരാധന ചെയ്യാനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ അള്ളാഹുവിനോടുള്ള കടമ എന്ത്? മനുഷ്യൻ്റെ അള്ളാഹുവിനോടുള്ള കടമ എന്താണ്? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക, അതാണ് ഒരു മനുഷ്യൻ്റെ കടമ. എന്തുകൊണ്ടാണ് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുക? നിസ്കാരം, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട്. നിസ്കാരം, നോമ്പ് പോലത്തെ ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു ഹംസു വൽ ജുമാഅത്തു ഇലാ ജുമാഅത്തി കഫാറത്തുൻ ലിമാ ബൈനഹുന്ന. എന്താണ് അർത്ഥം? എഴുതാൻ വരും, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മനസ്സിലാക്കി എഴുതുക. എന്താണ് അർത്ഥം? 5 വക്ത് നിസ്കാരവും ജുമുഅയും അവക്കിടയിലെ പാപങ്ങൾ പൊറുപ്പിക്കും. 5 വക്ത് നിസ്കാരവും ജുമുഅയും അവക്കിടയിലുള്ള പാപങ്ങൾ പൊറുപ്പിക്കും. മനസ്സിലാക്കുക. തൗബ എന്നാൽ എന്ത്? തൗബ എന്നാൽ എന്താണ്? നിബന്ധനകൾ പാലിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ് തൗബ. നിബന്ധനകൾ പാലിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലാണ് തൗബ. തൗബയുടെ ഷർത്തുകൾ ഏതെല്ലാം? തൗബയുടെ ഷർത്തുകൾ 4. ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക, തെറ്റു ചെയ്ത് പോയതിൽ ഖേദിക്കുക, ഇനി തെറ്റു ചെയ്യുകയില്ലെന്നത് നിശ്ചയം ചെയ്യുക. പിന്നെന്താണ്? ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ ഉണ്ടെങ്കിൽ അവരോട് പൊറുപ്പിക്കുക. ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റുകളുണ്ടെങ്കിൽ അവരോട് പൊറുപ്പിക്കുക. ജനങ്ങളുമായി തെറ്റുണ്ടെങ്കിൽ അവരോട് പൊറുപ്പിക്കേണ്ടത് എങ്ങനെയാണ്? സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ കൊടുത്തു വീട്ടുക. ഇടപാടുകളുള്ള ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അയാളുടെ അനന്തരാവകാശികളുമായി തീർക്കുക. അനിഷ്ട സംഭവങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിലാക്കുക. പിന്നെ അവിടെ പാഠത്തിൽ ഹിദായത്തിൽ അദിക്കിയയിൽ പറയുന്നുണ്ട്. ബൈത്ത് നന്നായിട്ട് പഠിക്കുക, വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം എഴുതുക. 2 ലൈൻ തന്നിട്ട് അതിൻ്റെ അർത്ഥം എഴുതാൻ വന്നാലോ? ഖേദത്തോടെയും ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് ഭാവിയിൽ ദോഷം ചെയ്യില്ലെന്ന് നിശ്ചയം ചെയ്യുക.
അടുത്തത് ലൈൻ്റെ എന്താണ്? മനുഷ്യരുടെ എല്ലാ ഇടപാടുകളിൽ നിന്നും മോചനം നേടി റുക്നുകളൊക്കെ പൂർണ്ണമായി പാലിച്ച് നീ തൗബ ചെയ്യുക. അതാണ് ഹിദായത്തുൽ അദിക്കിയയിൽ പറയുന്നത്. അർത്ഥം മനസ്സിലാക്കിയിട്ട് 2 ലൈനുകൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? ഖുർആൻ പാരായണം കേട്ട് തൗബ ചെയ്ത് മടങ്ങിയ കൊള്ളക്കാരൻ ആരായിരുന്നു? ഫുലൈൽ റളിയല്ലാഹു അൻഹു. ഫുലൈൽ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുക. ശേഷം എന്താണ് സംഭവിച്ചത്? മോഷ്ടിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാൻ കഴിയാത്തത് പൊരുത്തപ്പെടിച്ചു. അവസാനം അദ്ദേഹം കൊള്ളയടിച്ച ഒരു ജൂതന്റെ അടുത്ത് എത്തുകയും അദ്ദേഹം മല ഇടിച്ചു നിരത്താതെ അദ്ദേഹത്തിന് പുറത്തു തരില്ലെന്ന് പറയുകയും ഫുലൈൽ മല ഇടിക്കാൻ തുടങ്ങുകയും ചെയ്തു. രാത്രിയായിട്ടും നിർത്താതെ ജോലി തുടർന്നു കൊണ്ടിരുന്നപ്പോൾ അള്ളാഹു കാറ്റും മഴയും നൽകി സഹായിച്ചു. തൗബ ചെയ്ത് അള്ളാഹു താലയിലേക്ക് മടങ്ങാൻ പുറപ്പെട്ട ഫുലൈലിനെ അള്ളാഹു താല സഹായിച്ചു, കാറ്റും മഴയും നൽകി. മനസ്സിലാക്കുക. പിന്നെന്താണ്? ജൂതൻ ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണം ചെയ്ത തെറ്റിന് തൗബ ചെയ്യാൻ ഫുലൈൽ കാണിച്ച മനസ്സാണ് ജൂതനെ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാക്കിയത്. മനസ്സിലാക്കുക. അർത്ഥം എഴുതുക. ഹുവ തവ്വാബുർ റഹീം. അള്ളാഹു കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഹുവ തവ്വാബുർ റഹീം. അർത്ഥം എഴുതുക. പറഞ്ഞു വരാം, മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം. ഒന്നാമത്തെ 1 എന്ന് പറഞ്ഞ് എക്സാം വരുന്നത്. ആദ്യത്തെ ദിവസം തന്നെ ദുറൂസുൽ ഇസ്ലാം 1 എന്ന് പറഞ്ഞിട്ടുള്ള എക്സാമാണ്. 1 മുതൽ 10ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗമാണ്. അപ്പോൾ അതുവരെയുള്ള പാഠങ്ങൾ വെച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറഞ്ഞത് കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടുതൽ തെറ്റുകളൊക്കെ എന്തെങ്കിലും കണ്ടാൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.